അപ്പോൾ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇപ്പം കണ്ട വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ റൂമിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ്. ഇനിയിപ്പോൾ വേറെ പ്ലാനൊന്നുമില്ല. നേരെ ഫുഡ് അടിക്കുന്നു, അത് കഴിഞ്ഞാൽ നേരെ മലക്കപ്പാറ ആതിരപ്പള്ളി റൂട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ബൈക്ക് എടുക്കുന്നു, നേരെ ആതിരപ്പള്ളിയിലേക്ക്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്രയും ഫാസ്റ്റായിട്ടൊന്നും അല്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടൗണുകളാണെങ്കിലും പച്ചപ്പുള്ള ഓരോ പ്രദേശങ്ങളാണെങ്കിലും അത് കാണുമ്പോൾ പല ഭാഗങ്ങളും നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് വരുന്നില്ല. നിങ്ങളും അതൊക്കെ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത് കട്ട് ചെയ്യാതെ കുറച്ച് സ്പീഡാക്കിയിട്ടാണെങ്കിലും നിങ്ങളിതെല്ലാം കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കട്ട് ചെയ്യാതെ കയറ്റിയിരിക്കുന്നത്. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു 35-40 35-40 കിലോമീറ്റർ സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്. ഓവർ സ്പീഡിലൊന്നും അല്ല. ഇല്ലായതുകൊണ്ടും ബൈക്കിലായതുകൊണ്ടും അത്രയും ശ്രദ്ധിച്ചാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. വാൾപ്പാറയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ 3500 അടിയോളം ഉയരത്തിലുള്ള ഒരു പർവ്വത നിലയാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള നമ്മൾ വാൾപ്പാറയിലേക്ക് വരുന്നൊരു വീഡിയോയിൽ ഇട്ടതുപോലെ തന്നെ നമ്മൾ അതിലും പറഞ്ഞിരുന്നു, വാൾപ്പാറയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ സെയിം അത് തന്നെയാണ്. 3500 അടി ഉയരം ഉള്ളത് കൊണ്ട് തന്നെ ഈ വാൾപ്പാറ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും കോട ഇറങ്ങാം. നമ്മളത് പ്രതീക്ഷിച്ച് വന്നാൽ ചില സമയത്ത് വെയിലായിരിക്കും. ഒന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത്യാവശ്യം ഒരു 100ൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 80% നമ്മൾ എപ്പോൾ വരികയാണെങ്കിലും നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് തന്നെ വാൾപ്പാറ നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ വാൾപ്പാറയുടെ ഭംഗി എന്ന് പറയുന്നത് ഈ വാൾപ്പാറയിലുള്ള ഈ ഒരു റൈഡ് തന്നെയാണ്. അതിപ്പോൾ കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും പൊതുവെ പറയുന്നത് ഈ ഒരു 40 ഹെയർ പിൻ അടങ്ങുന്ന ഈ ഒരു വാൾപ്പാറ യാത്ര ബൈക്കിൽ വരാനാണ് ഏറ്റവും സുഖം എന്നുള്ളതാണ്. ഞാൻ ബൈക്കിലും കാറിലും ഈ വഴി യാത്ര ചെയ്തിട്ടുണ്ട്. രണ്ടിലും രണ്ട് തരം വൈബാണ്. ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും യാത്ര ചെയ്യുന്ന ആളുകളുടെ ഇഷ്ടമാണ്, അവരുടെ ഒരു താല്പര്യമാണ് ഈ യാത്രയെ ഏറ്റവും ഭംഗിയേറിയതാക്കുന്നത്. അപ്പോൾ നമ്മൾ വാൾപ്പാറയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു നമ്മൾ കാണിച്ച ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ട്രൈറ്റ് റോഡാണ് കേട്ടോ. വാൾപ്പാറയിൽ നിന്ന് ഒറ്റ റോഡ് തന്നെയാണ് മലക്കപ്പാറ ആതിരപ്പള്ളി വരെ ഉള്ളത്. പിന്നെ ഈ ഒരു റൂട്ടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു കാഴ്ചകൾ തന്നെയാണ്. ഈ റൂട്ടിൽ ഒരിക്കലും മൃഗങ്ങളെ കാണണം എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ വരരുത്. കാരണം നമ്മൾ വരുന്ന സമയവും ഈ ഒരു മൃഗങ്ങളെ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ മെയിനായിട്ട് രാവിലെ നേരത്തെ ഇറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു 3:30 സമയത്തിന് ശേഷം ഇറങ്ങുകയാണെങ്കിലാണ് കൂടുതലായിട്ട് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുക. ഉച്ച സമയത്തൊന്നും നിങ്ങൾ ഈ റൂട്ടിലേക്ക് സഞ്ചരിക്കുന്നത് ചെയ്യരുത്. ഒറ്റ സാധനം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഈ ഒരു റൂട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യം കൂടെയാണ്. ഇതിപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ സ്പോട്ടിങ് കിട്ടിയ ഒരു കരിങ്കുരങ്ങാണ്. ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് കരിങ്കുരങ്ങളെ കാണാറുണ്ട്. ഒരുപാട് വ്ളോഗേഴ്സും ഇതുവഴി പോയിട്ടുള്ള സഞ്ചാരികളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഭാഗത്ത് കൂടുതൽ കരിങ്കുരങ്ങളാണുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മലക്കപ്പാറ റൂട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡായിട്ട് ഇത്രയും വലിയൊരു ലേക്കും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു വ്യൂ തന്നെയാണ് അത്. നമുക്ക് ഒരു കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ആ ഒരു സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ റൂട്ടിലെ റോഡുകൾ തന്നെയാണ് കേട്ടോ. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ റോഡുകളും കൂടെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ കേരളത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്രയും നല്ല റോഡുകൾ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് പറയുന്നത്. ഇത്രയും നല്ല റോഡ് ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. തമിഴ്നാട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ പോലും നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ബോർഡർ കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ആ ബോർഡറിൻ്റെ ഒരു ഭാഗം തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. അവിടെ തന്നെ നമുക്ക് ഈ റോഡിൻ്റെ കാര്യങ്ങൾ വരെ നമുക്ക് ആ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിവിടെ കടൽ തീരങ്ങളുണ്ട്, ഹിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ടൗൺ ആണെങ്കിൽ അങ്ങനെയുണ്ട്, കാടുകളുണ്ട്.
അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇനിയും അധികം ഒരുപാട് നമുക്ക് ടൂറിസം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ ടൂറിസം ഡെവലപ്മെൻറ്റ് ടീമുകൾ ഇതൊക്കെ ഒന്ന് കാര്യമായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തെ ശരിക്കും പറഞ്ഞാൽ വേറെ റേഞ്ചിലെത്തും ഇനിയും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കോയമ്പത്തൂർ പറയുകയാണെങ്കിൽ കോയമ്പത്തൂർ ഉക്കടം ഭാഗത്ത് പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അവിടെ ഒരു ലേക്ക് കിടക്കുന്നുണ്ട്. മുന്നൊക്കെ ആൾക്കാർ പോകുമ്പോൾ മൂക്ക് പൊത്തി പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവർ എത്രത്തോളം ആ ഭാഗം ചേഞ്ച് ചെയ്യുന്നുള്ളത് അവിടെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് അപ്പോഴേ പറഞ്ഞിരുന്നില്ലേ, ആ ഒരു ലേക്കിൻ്റെ വ്യൂ ആണ് കേട്ടോ. നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ. ഞാൻ ജസ്റ്റ് ബൈക്കിൻ്റെ ഒരു സ്റ്റിൽ ഇങ്ങനെ എടുത്തിരുന്നു കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ആണ് ചെയ്തത്. എനിക്ക് ഓൺ വീഡിയോയിൽ ചെയ്യാൻ പറ്റിയില്ല, വോയിസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് വോയിസ് ഓവർ ആണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ വീഡിയോ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ഇല്ല എന്ന് തോന്നാം. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ഉള്ളതാണ് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കേരളത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നമ്മൾ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നതല്ല. പക്ഷേ നമുക്കൊക്കെ നമ്മുടെ കേരളത്തിൽ ഇത്രയും സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളവിടെ ഈ മദ്യവും മറ്റു കാര്യങ്ങൾക്കും കൊടുക്കുന്ന അത്രയും ഫോക്കസ് എന്തുകൊണ്ട് ഇവർ ടൂറിസത്തിന് കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ ഈ കാണുന്നതാണ് ഷോളയാർ ഡാം എന്ന് പറയുന്നത്. വാൾപ്പാറയിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ ഈ ഡാമിൻ്റെ വ്യൂ വരുന്നത്. ഈ ഡാമിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെൻ സ്റ്റോക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ ബോർഡർ കടന്നിരിക്കുകയാണ്. തമിഴ്നാട് ബോർഡറിൽ നിന്ന് കേരള ബോർഡറിലേക്ക് കയറിയിരിക്കുകയാണ്. ബോർഡർ കയറിയതും തന്നെ നല്ല രീതിയിൽ മഴയും കാര്യങ്ങൾ തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് മഴക്കാടാണ്. ഏത് സമയത്ത് വന്നാലും അത്യാവശ്യം ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കാറാണുള്ളത്. അപ്പോൾ ബൈക്കിലൊക്കെ വരുന്ന സമയത്ത് കണ്ടില്ലേ, നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ, റൈഡേഴ്സൊക്കെ ഫുള്ള് കോട്ടും കാര്യങ്ങളും അതുപോലെ റൈഡിങ് കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സേഫായിട്ട് തന്നെ വരിക. കാറിൽ വരുമ്പോൾ ഇതിന് പ്രശ്നമില്ല, എന്നാലും അതിനനുസരിച്ചുള്ള ഒരു കാർഡും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ കാറിൽ വരുന്ന സമയത്തും അതിനനുസരിച്ചുള്ള പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ എടുത്ത് വരിക. നല്ലൊരു രസമാണ് കേട്ടോ ബൈക്ക് ഓടിച്ചിട്ട്. ഈ ഒരു മഴയത്ത് നല്ല തണുപ്പത്തെ ഇങ്ങനെ ഓടിച്ചു പോകാൻ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മഴ ഒന്ന് നിൽക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ മഴയൊന്നും നിന്നില്ല. അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പിന്നെയുള്ള യാത്ര പോയത്. പിന്നെ അതങ്ങനെയാണല്ലോ, നമ്മൾ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വന്ന മഴയൊക്കെ പോകും. അപ്പോൾ വീണ്ടും മഴയൊക്കെ പോയി, വീണ്ടും കാലാവസ്ഥ ഒന്ന് സെറ്റായി ശാന്തമായി പ്രകൃതിയൊക്കെ. പക്ഷെ പോകുന്ന വഴി പിന്നെയും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഹെൽമെറ്റ് മൗണ്ട് ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് പുതിയത് ഓർഡർ ചെയ്തെങ്കിലും സമയത്ത് നമുക്ക് ഹെൽമെറ്റ് മൗണ്ട് കിട്ടിയില്ല. സോ അപ്പോൾ മുഴുവനായിട്ട് വീഡിയോയും കാര്യങ്ങളും എടുത്ത് ഇർഫാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഷോർട്സ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഇർഫാൻ എടുത്ത ഓരോ ഷോർട്സാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇത്രയും ഭംഗിയായിട്ട് ഇത് അവൻ എടുക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ വീഡിയോ ആയിട്ട് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മലക്കപ്പാറ റൂട്ടിൽ സാധാരണയായിട്ട് ഒരുപാട് മൃഗങ്ങളെ കാണാറുണ്ട്. പക്ഷേ ഇത്ര നേരമായിട്ടും ഞങ്ങൾക്ക് വേറൊരു സൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഈ സൈഡൊക്കെ നല്ല മൃഗങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. കാരണം നിങ്ങൾ ഈ കണ്ടില്ലേ, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെയാണ് നേരിട്ട് കാണാൻ. അപ്പോൾ ആ ഒരു കളറിൽ ചിലപ്പോൾ മൃഗങ്ങൾ നിന്നാൽ പോലും ചിലപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തന്നെ വരാം. അപ്പോൾ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് റോഡിലൊക്കെ ഇറങ്ങാറുണ്ട്, പക്ഷേ ചില സമയങ്ങളിലേ ഉള്ളൂ. ചില സമയത്ത് ഇറങ്ങും. അപ്പം നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്.
നമ്മുടെ യാത്ര കഴിഞ്ഞ് ഇനിയിപ്പോൾ ആതിരപ്പള്ളിയിലേക്ക് ഒരു 10-35 കിലോമീറ്റർ കഷ്ടിച്ച് അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ വന്ന വഴിയിലൊന്നും സൈറ്റിങ് കാര്യങ്ങളും ഇപ്പോൾ മൃഗങ്ങളുടെയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അത്യാവശ്യം കരിങ്കുരങ്ങോ അതുപോലെ തന്നെയുള്ള വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷോട്ട്സൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ നമ്മളുള്ളത് പെൻസ്റ്റോക്കിൻ്റെ ആ ഭാഗത്താണ്. നിങ്ങൾ ഈ കണ്ടത് പെൻസ്റ്റോക്കിൻ്റെ പൈപ്പുകളാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ സൈസൊന്നും അല്ല കേട്ടോ, വമ്പൻ സൈസാണ് സാധനങ്ങൾ. കിലോമീറ്ററുകളോളം ഈ ഒരു പെൻസ്റ്റോക്ക് പൈപ്പുകളുണ്ട് കേട്ടോ. ഷോളയാർ ഡാമിൽ നിന്ന് താഴേക്ക് വരെ ഈ ഒരു പൈപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏകദേശം ഒരു പൊക്കം പറയുന്നത് 9 അടി മുതൽ 10 അടി വരെയാണ് കേട്ടോ. അതായത് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ മുകളിൽ ഈ പറഞ്ഞ പൈപ്പിൻ്റെ ഹൈറ്റ് ഉണ്ടാകും. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ പറയുന്ന ഈ ഒരു പാലം വരുന്നത്. രണ്ട് സൈഡായിട്ടും നല്ലൊരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇത് ചാലക്കുടി പുഴയാണ്. അപ്പോൾ മഴയൊക്കെ പെയ്തൊരു സമയമായതുകൊണ്ടാണ്, മഴയൊന്നും ഇല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിക്ക് വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ആനകൾ വെള്ളം കുടിക്കാൻ വരാറുണ്ട്. എങ്കിൽ കരടികൾ പോലും ഈ ഒരു ഭാഗത്ത് കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലാണ് ഒരു സ്പോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് കാട്ടുപോത്തുകളെ കണ്ടത് കേട്ടോ. അത് ശരിക്കും കണ്ടിട്ട് കണ്ണിൽ വളരെ വൃത്തിക്കായിരുന്നു ഞങ്ങളത് കണ്ടത്. പിന്നെ ഞങ്ങളത് ക്യാമറയിൽ പകർത്താനായിട്ട് കുറച്ച് പുറകോട്ടേക്ക് വരുമ്പോഴേക്കും കാട്ടുപോത്തുകളൊക്കെ മാറിപ്പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും ക്യാമറയിൽ കിട്ടിയില്ല. അത്യാവശ്യം കിട്ടിയ ഒരു ഷോട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചത്. പിന്നെ ഞങ്ങൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത് ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. മഴ വന്നും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. റോഡും അത്രയേറെ ഞങ്ങൾക്ക് ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു എൻ്റർടൈൻ ചെയ്താണ് ഞങ്ങൾ പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മൃഗങ്ങളെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ക്യാമറയുടെ ഈ ഒരു ബാക്ക് ഷോട്ട് ആംഗിൾ ഉണ്ടല്ലോ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് എന്ന് പറയുന്നത് ഈ ബാക്ക് ഷോട്ടാണ്. ആ ഒരു മഴ വരുന്ന ആ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ബാക്ക് ഷോട്ടിൽ അത്രയും ക്ലിയർ ആയിട്ടാണ് വിസിബിൾ ആയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് ഇതുപോലെ വീണ്ടും ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. രണ്ട് സൈഡും നമുക്ക് പുഴകൾ കാണാൻ പറ്റും. ഇതും ചാലക്കുടി പുഴ തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ഈ ചാലക്കുടി പുഴയുടെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളപ്പോൾ കൂടുതൽ ഈ മഴ സമയം ആയതുകൊണ്ട് ഇറങ്ങാനൊന്നും നിന്നില്ല. ഞങ്ങൾ നേരെ വണ്ടി വരിക തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വാൾപ്പാറയിൽ നിന്ന് നമുക്കൊരു പാസ് കിട്ടും. ബൈക്കിനാണെങ്കിൽ കാറിനാണെങ്കിൽ പാസ് കിട്ടും. നമുക്ക് സമയം തരും, 2-2.5 മണിക്കൂർ സമയം അങ്ങനെയാണ് നമുക്ക് തരുന്നത്. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഈ ചെക്ക് പോസ്റ്റിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ ചെക്ക് പോസ്റ്റിൽ ഈ പറഞ്ഞ പാസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മൾ അവിടെ നിന്ന് കടത്തി വിടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വാഴച്ചാൽ കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ ചാർപ്പ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അതായത് ഈ ഒരു വാട്ടർഫാൾസ് പറയുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ആതിരപ്പള്ളി വരുന്നത്. അത്രയധികം വലിയൊരു വാട്ടർഫാളൊന്നും അല്ല, അത്രയും ഭംഗിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ഒരു വാട്ടർഫാൾസിൽ ഈ ഒരു വെള്ളം ഒഴുകി വരുന്നത് കാണുമ്പോഴേ വളരെ സ്ലോ മോഷനിൽ ഒഴുകി വരുന്നത് ഫീൽ ചെയ്യും. പക്ഷെ ഭയങ്കര മിൽക്കി കളറാണ് കേട്ടോ. അതൊരു പ്രത്യേകത മാത്രമാണ് എനിക്ക് ഈ ഒരു വാട്ടർഫാൾസിൽ ഫീൽ ചെയ്തത്. നമ്മളിത് കുറച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ ആതിരപ്പള്ളിയുടെ അടുത്ത് എത്താനായി. അവിടെ എത്തുന്നതിന് കിലോമീറ്ററുകൾ മുമ്പ് തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ശനിയാഴ്ച സമയത്താണ് ആ വാൾപ്പാറയിൽ നിന്ന് ആതിരപ്പള്ളി റൂട്ടിലേക്ക് തിരിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും തിരക്കുള്ളത്. നോർമൽ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഇത്ര തിരക്കുണ്ടാവില്ല. അപ്പം നമ്മൾ വാൾപ്പാറയിൽ നിന്ന് ആതിരപ്പള്ളി എത്തിയിരിക്കുകയാണ്. ആതിരപ്പള്ളി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബൈക്കും കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ വന്ന് പാർക്ക് ചെയ്യുക. സൈഡ് എവിടെയെങ്കിലും നിർത്തിയിട്ട് പോകരുത്. ബൈക്കിനാണെങ്കിലും കാറിനാണെങ്കിലും ഫൈനുകൾ അടിച്ച് കയ്യിൽ തരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ സൂക്ഷിക്കുക കേട്ടോ. ഞങ്ങൾ ആതിരപ്പള്ളി ഇറങ്ങി മുകളിലേക്ക് കയറി ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആതിരപ്പള്ളി പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് അഡൽട്ടിന് സാധാരണ ഒരാൾക്ക് 30 രൂപയാണ് ചാർജ് ചെയ്തിരുന്നത്. ഇപ്പോൾ 60 രൂപയായിട്ട് അത് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയ്ക്കൊക്കെ 250 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് ഈ ആതിരപ്പള്ളി എന്ന് പറയുന്നത്. അതായത് വേൾഡ് വൈഡ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഫോറിനേഴ്സ് ആണെങ്കിലും, പിന്നെ ഫോറിനേഴ്സിൻ്റെ ഒന്നും കാര്യങ്ങൾ പറയണ്ട, അവർക്കൊക്കെ 30 റുപ്പീസോ 60 റുപ്പീസോ ഒന്നും അല്ല, അവർക്കൊക്കെ 200 250 റേഞ്ചിലൊക്കെയാണ് അവിടെയൊക്കെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവർ മനുഷ്യന്മാരല്ലേ, ഇത് എന്താണ് ഈ ഫോറിനേഴ്സിനും ഇപ്പോൾ നമ്മളെ ഇന്ത്യൻസ് ആണെങ്കിലും എന്താണ് വ്യത്യാസം? നമ്മളെ തന്നെ പിഴിയാണ്. ഇതിപ്പോൾ അവരെയൊക്കെ പിഴിഞ്ഞ് ഊറ്റിയെടുക്കുക എന്ന് തന്നെ സത്യം പറഞ്ഞാൽ പറയണം. ഇതൊക്കെ എന്താണ് ഇങ്ങനെയുള്ള ടൂറിസം കൊണ്ട്, ഇങ്ങനെ ഊറ്റിപ്പിഴിഞ്ഞുള്ള ടൂറിസം കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ക്യാമറയ്ക്കൊക്കെ 250 റുപ്പീസൊക്കെ ചാർജ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വീണ്ടും മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയവുമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. അതുവരെ ബൈ ബൈ.